കഴിച്ച് നമ്മളാണ്ട് അവിടെ കുത്തിയിട്ടിരുന്ന് മുളയ്ക്കകത്ത് എന്തോ അടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ കമ്പ് പിടിച്ച് താക്കുന്നുണ്ടെന്ന് നമുക്കിപ്പം വള്ളത്തെ പോയി നോക്കാം കേട്ടോ. കിട്ടുമോ ഇല്ലയൊന്നും അറിയത്തില്ല. ആ താഴത്തെ കൊച്ചു കമ്പ് കഴിച്ചാണ്ട് അത് പിടിച്ച് താക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അവിടുത്തെ ഒരു കമ്പുണ്ട്, ആ ചാഞ്ഞ് നിൽക്കുന്ന കമ്പിന് തൊട്ടപ്പുറത്തേക്കുന്നത് കണ്ടതിനകത്ത്. അതിനകത്താണ് 2 വട്ടത്ത് പിടിച്ച് താത്തു. നമ്മളതിനകത്ത് ഉറുവാപ്പരലിനെ കുത്തിയിട്ടേക്കുമായിരുന്നു. നമുക്ക് നേരത്തെ ഒരു മോൺസ്റ്റർ വാഹ അടിച്ചത് അവിടെ നിന്ന് തന്നെ. അപ്പോൾ ഇപ്പോഴും എന്തോ പിടിച്ച് കിടപ്പുണ്ട്. എന്താണെന്ന് അറിയത്തില്ല, അതിന് പോയോ ഇല്ലയോ എന്നും അറിയത്തില്ല. 2 വട്ടം ആ കമ്പ് പിടിച്ച് താത്തു. കൈസ് നമുക്ക് എന്തായാലും പോയി നോക്കാം. കിട്ടുവാണെങ്കിൽ അവിടെ വെച്ച് നിങ്ങളെ കാണിക്കാം കേട്ടോ. കൈസ് നമ്മൾ നോക്കാൻ പോവാണ്. 2 വട്ടം താത്തു. അതിനകത്ത് ഇപ്പോൾ ഇനിയുണ്ടെന്ന് അറിയത്തില്ല. പിന്നെ അനക്കവും കണ്ടില്ല. ഇവിടെയാണ് സാധനം കിടക്കുന്നത്. ആ ഉണ്ട് 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 കിടപ്പുണ്ട്. കിടപ്പുണ്ട്, സാധനം കിടപ്പുണ്ട്, സാധനം കിടപ്പുണ്ട്, സാധനം കിടപ്പുണ്ട്. ഇപ്പോൾ അവനടി തുടങ്ങും. നമ്മുടെ വള്ളത്തിന് അനക്ക് കേൾക്കുമ്പോൾ അന്നെ ഇങ്ങോട്ട് ഇങ്ങോട്ട് തിരി. ആണ്ട ഈ കമ്പയിലാണ് കിടക്കുന്നത് കേസ്. വേണ്ടാണ്ട. യെസ് ആൾക്ക് മനസ്സിലായി, നമ്മൾ എത്തിയെന്നുള്ള കാര്യം മനസ്സിലായി. ഈ കമ്പിനകത്ത് കിടപ്പുണ്ട്. എവിടെയാണ് കൊണ്ട് കുരുക്കിയൊക്കെ തോന്നുന്ന വീണോ? കുരുക്കിയും സംശയമുണ്ട്. ആ അത് കിടപ്പം കേട്ടോ. ആ എന്നാ വടക്കൊരു സാധനമാണ്. അത് കുരുക്കിയേക്കുവാ. ശിവണ്ണ യമണ്ട സാധനം, യമണ്ടൻ വടക്ക സാധനമാണ്. പക്ഷേ ഇതൊക്കെ ഒരു കുരുക്കിയേക്കുവാ. ഓ മാൻ, ശിവൺ ഇത് എങ്ങനെയെങ്കിലും എടുക്കും. നോട്ടോ തോന്നണ്ട. അതിനതാ മുളകും പിടിച്ചോണേ. അത് കുഴപ്പമില്ല. നിൽക്കേ പോവല്ലേ. ഞാൻ നൂനെ പിടിക്കാം. നീ മീനെ പിടിക്കാവോ? നിൽക്കേ. അല്ല അങ്ങനെ പിടിച്ചിട്ട് കാര്യമില്ല. അല്ല എൻ്റെ വല വല്ല എടുത്താലും നിൽക്കേ. ഇതിപ്പോൾ നല്ല കുരുക്ക് കിടക്കുക സാധനം. നല്ല സാധനം കുരുക്ക്, നല്ല കുരുക്ക, നല്ല കുരുക്ക. അഴിച്ചങ്ങ് വിട്ട് ഇവൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത് പണിയാവല്ല. ഇല്ല, അവൻ തളർന്നു വെക്കുക. നിൽക്കണ അങ്ങനെ നൂലിച്ച് കഴിയിട്ട് ഇതിനകത്തൂടെ പോയിട്ട് വലിച്ചോണ്ട് പോയേക്കോൻ. നിൽക്ക്. മുളകം പെടുത്തരാം. അവൻ്റെ ചിളക്കൂടെ കയറ്റേ. വേണ്ട. വേണോ? അവിടെ നിൽക്കണേ. അവിടെല്ലാം കുടിക്കിട്ടേ. അതാ ഞാൻ പറയാൻ വേണ്ടി ചിളക്കൂടെ മുളകം പോയേറ്റേ. അവൻ മുളക്കകത്ത് ഫുള്ള് കുരുത്തേക്കുവാ. നിൽക്കാൻ ഞാൻ മുളകം പിടിച്ചിരാം. ഞാൻ ചിളക്കേറ്റെ. ഓ പോലെ കഴിച്ചത് കണ്ടോ? നിങ്ങൾ അടുത്ത മോത്സവം കളിപ്പിക്കല്ലേ, കൂടുതൽ കളിപ്പിക്കല്ലേ. ഗൈസ് അടുത്ത മുതൽ
അവിടെ ഇരുന്ന് വേണമെങ്കിൽ നീ അതവിടെ തന്നെ കിടക്കട്ടെ, എടുക്കണ്ട, അവിടെ എടുക്കണ്ട, അവിടെ കിടക്കട്ടെ. നമ്മളെ കെട്ടി നൂല് അങ്ങനെ തന്നെ കിടക്കട്ടെ. പിന്നെ വേണമെങ്കിൽ നീ അവിടെ ഇരുന്ന് വേണമെങ്കിൽ മീനെ പിടിക്കുക, വെളി ചാടില്ലേ. ഗൈസ് ഇത് കണ്ടോ നിങ്ങൾ? അല്ല അടുത്ത സൈസ് കാണിച്ചേ. അന്ന് കിട്ടിനേക്കാട്ടി ഹെവി സാധനം ഗൈസ്, മോൺസ്റ്റർ. എൻ്റെ കൈയും കാലൊക്കെ വിറയ്ക്കുന്നു ഗൈസ്. ഗൈസ് ഇത് കണ്ടോ? അന്ന് പിടിച്ച പുരുവായിക്കാട്ടി വലിയ മോൺസ്റ്റർ സാധനം. ഗൈസ് നമ്മുടെ സെക്കൻഡ് കൊമ്പനെ കിട്ടിയിരിക്കുന്നു. അന്ന് കിട്ടിയതിന് ശേഷം അടുത്ത സാധനം സെക്കൻഡ് കൊമ്പൻ. അത്രയും കളറില്ല കേട്ടോ, വെറും ലൈറ്റ് ഷെയ്ഡാണ്. എന്നാലും പുലിവാഹനാണ്, പക്ഷേ അത്രയും അന്നത്തെ കൂടി ഡാർക്ക് കളറില്ല, ബ്ലാക്ക് കളറില്ല, ഒരു ഗ്രേ കളറാണ്. എന്നിട്ട് ഇപ്പം കൊണ്ട് പിടിച്ച് കയറ്റിയതേ ഉള്ളൂ കേട്ടോ. ഗൈസ് അതേ സൈസ് തന്നെ. ഇതും ഒരു 4 തൊട്ട് 5 കിലോയ്ക്ക് അകത്തുണ്ട്. കറക്റ്റ് ഹെവി സാധനം. എൻ്റെ കൈയൊക്കെ വിറയ്ക്കുന്നുണ്ട് ഇത് പിടിക്കുമ്പോഴത്തേനും. ഭയങ്കര റിസ്ക് എടുത്ത് ഞങ്ങൾ അതിനെ പിടിച്ചത്. അതിൻ്റെ വീഡിയോ ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ മുളകൂട്ടിനകത്ത് മൊത്തം കമ്പിനകത്ത് കയറ്റി ഇട്ട് നശിപ്പിച്ച് ഞങ്ങൾ 2 ദിവസം വെയിറ്റിംഗ് ആയിരുന്നു. ഇതിന് മുമ്പ് ഞങ്ങളുടെ ഒരു മീൻ ഇത് അടിച്ചുകൊണ്ട് പോയി, ചൂണ്ടയും പൊട്ടിച്ചുകൊണ്ട് പോയി. അപ്പം ഞങ്ങൾ ആശാനെ തന്നെ ലക്ഷ്യം വെച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. അവസാനം തൻ്റെ പൊക്കി ഞങ്ങൾ കഴിച്ചു കേട്ടോ. ഇത് കണ്ടോ അവൻ്റെ ഫിന്ന് കണ്ടോ? ചത്തട്ടൊന്നുമില്ല, ആള് ടെററാ. അവിടെ കിടന്ന് അടിച്ചടിച്ച് തളർന്നിരിക്കുക ചെയ്യും. കണ്ടാ അല്ല കേസ്, ഇതാണ് സാധനം പുലിവാഹൻ.